കാട്ടാന കിണറ്റിൽ വീണ മലപ്പുറം മൂർങ്ങാട്ടേരിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ആനയെ പ്രദേശത്ത് തുറന്നുവിടാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഡിഎഫ്ഒ പി കാർത്തിക് നാട്ടുകാരുമായി സംസാരിച്ചു. ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മാത്രം തീരുമാനമെന്ന് ഡിഎഫ്ഒ പറഞ്ഞു. ആനയെ പെട്ടെന്ന് പ്രദേശത്ത് നിന്ന് മാറ്റാൻ വെല്ലുവിളികളുണ്ടെന്നും ഡിഎഫ്ഒ പറഞ്ഞു. വെറ്റിലപ്പാറ സ്വദേശി സണ്ണിയുടെ കൃഷിയിടത്തിലെ 25 അടി താഴ്ചയുള്ള കിണറ്റിലാണ് കാട്ടാന വീണത്. കൃഷിയുടെ ഭൂമി കൂടെ മാത്രമേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ഞങ്ങൾ രാത്രി ഓടിച്ച് കുറച്ച് കയറ്റിയതാ. മാർഗം എന്നുള്ളത് ഈ ആനയെ കയറ്റിയിട്ട് സേഫായിട്ട് ഫോറസ്റ്റിലേക്ക് വിടുന്നതാണ് മാർഗം. പിന്നെ ഈ ഏരിയ സെക്യൂർ ചെയ്യണം. ഇവിടെ ഇത് സോളാർ ഫെൻസിങ്ങോ മറ്റൊക്കെ കാര്യങ്ങൾ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാനുള്ളതാണ് ഒരു മാർഗം. ബിക്കോസ് ഇത് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ആനയാവുമ്പോൾ ആ ഫസ്റ്റ് ഡോസ് കിട്ടിയിട്ട് അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇവിടെ 144 എന്തെങ്കിലും ഇമ്പോസ് ചെയ്ത് അത് ആ രീതിയിൽ പോകേണ്ടി വരും. ഇത് അത്ര ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. അത് ഇവിടുത്തെ ഇവിടെ ഇത് ഫോറസ്റ്റിനുള്ളത് ഇവിടെ തൊട്ടടുത്താണ്. അത് എന്തായാലും നമുക്ക് ഓടിച്ച് അകത്ത് കയറ്റേണ്ടതാണ് ഈസി ആയിട്ടുള്ള ഓപ്ഷൻ. ബട്ട് എന്നിരുന്നാലും നമുക്ക് ലോക്കൽ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതും നോക്കിക്കൊണ്ട് നമുക്ക് ഒരു ഡെസിഷൻ എടുക്കാനുള്ളതാണ് ഇപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, മേഖല ഇത്തരത്തിൽ വന്യമൃഗശല്യം ഉള്ളതാണ് എന്നറിയുന്നുണ്ട്. ആ നാട്ടുകാരുടെ ആശങ്ക അത് ന്യായവുമാണ്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ? നിരന്തരമായി ആനശല്യം നേരിടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വെറ്റിലപ്പാറ കൂരങ്കൽ സ്വദേശിയായ സണ്ണിയുടെ പറമ്പിലെ കിണറിലാണ് ആന വീണത്. ഇത് സണ്ണി നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയായിരുന്നു ഇത് വീണത്. ഇതിനു മുമ്പും ഇത് ഭയങ്കര രൂക്ഷമായ കാട്ടാനശല്യം ഉണ്ട് ഇവിടെ. 2-3 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ തന്നെ ഒരു രാത്രി 10-12 മണിയാകുമ്പോൾ എത്തും. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് ഇത് പോയതാണ്. പിന്നെ ഇത് ഇന്നലെ വന്നത് അവിടുന്ന് ആ മെയിൻ റോഡിൽ നിന്ന് തന്നെ കയറി വന്നത്. അവിടുന്ന് മല ചുറ്റിയും വന്നിട്ട് ഇവിടെ വന്ന് കയറി ഇതിനകത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന അയലോകത്തെ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു. ഈ ഒരാന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ വന്നതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നല്ല, ഇവിടെ ഒരു 10-15 ആനകളും ഉണ്ട്. കൂട്ടത്തോടെ നടക്കുന്നതും ഒറ്റയ്ക്ക് നടക്കുന്നതും രണ്ടായിട്ട് നടക്കുന്നതൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ രൂക്ഷക്കാരൻ. ഇതിനെ ഇവിടുന്ന് പിടിച്ച് കൊണ്ടുപോകണം. ഇവിടെ വിടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു സോളാർ വേലിയൊക്കെ വേണം, അല്ലാതെ നടക്കുകയല്ലത്. ഇവിടെ ജീവിക്കുന്നത് പിന്നെ നടക്കുകയില്ല. പിന്നെ ഇതിപ്പോ നിങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. കൃഷി നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ എനിക്ക് വന്ന നഷ്ടങ്ങൾ തരാതെ എന്റെ പറമ്പിലേക്ക് കയറാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ കുടിക്കുന്ന വെള്ളമാണ്, കുടിക്കുന്നതും നനയ്ക്കുന്നതായിട്ടുള്ള വെള്ളമാണ്. ഇപ്പൊ അവിടെ തന്നെ നനയ്ക്കുന്ന അവിടെ തന്നെ നിന്നോട്ടെ, കൊണ്ടുപോകണമെങ്കിൽ വേണ്ടി വരും. അപ്പൊ ഇത് നിരന്തരമായി ശല്യം ചെയ്യുന്നതാണ്. ഇന്നലെ ഒരു ബൈക്കുകാരൻ ഇതിന്റെ മുന്നിൽ പെട്ടു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തന്നെ കൃഷിനാശം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നാട്ടുകാരൻ കൂടിയുണ്ട്, നമുക്ക് അവരുടെ അടുത്തും കൂടി ചോദിക്കാം. കാണാം, നിങ്ങൾക്ക് വരുവാണെങ്കിൽ കാണിച്ചാൽ ഈ റോഡിന് തന്നെ പോയാൽ അവിടെ കംപ്ലീറ്റ് വാഴകളും കവുങ്ങും തെങ്ങും നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇവന്റെ തൊട്ടടുത്തുള്ള ഒരു വീടുണ്ട്. 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 1.5-2 മാസമായിട്ട് അവിടെ ആ പറമ്പില്ല. ഇപ്പൊ ഫുട്ബോൾ ഗ്രൗണ്ടാണ്, ഒരു സാധനം ഇല്ല. അവന്റെ ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്ത സാധനം മുഴുവൻ നശിപ്പിച്ചു. അതേമാതിരി എന്റെ കൃഷിയിടം ഇവിടുന്ന് ഒരു 200 മീറ്റർ 500 മീറ്ററേ ഉള്ളൂ, അവിടുത്തെ നശിപ്പിച്ചു. ഈ പ്രദേശത്ത് ഈ ആന ഇറങ്ങി നശിപ്പിക്കാത്ത ഒരു പറമ്പും ഇല്ല. അതേമാതിരി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ വ്യക്തിയുടെയാണ് ഈ പറഞ്ഞ തോട്ടം പോയത് മുഴുവനും. അതേമാതിരി മിനിങ്ങാന്ന് 3 രാത്രിയായിട്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ഒരു ജനങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം 2 മണി 3 മണി വരെ ഇവൻ കടന്ന് റോട്ടിൽ കൂടെ വിലസാണ്. ഒരാൾക്ക് ഞാനും വൈഫും കൂടെ മിനിങ്ങാന്ന് പോയിട്ട് വരുമ്പോൾ രാത്രി 11-12 മണി വരുമ്പോൾ ഇവൻ റോട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി വിളിച്ച് പറഞ്ഞത് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഇടുങ്ങിയ വഴിയാണ്, അവിടെയാണ് ഇവൻ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇവനൊക്കെ വിളിച്ച് പറഞ്ഞ് വരരുത്, ഞങ്ങൾ വേറെ വഴിക്ക് വന്നിട്ട് രാത്രി 3 മണിക്കാണ് ഇതിനെ ഒടിച്ച് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ അതിൽ കയറ്റുന്നത്. പിറ്റേ ദിവസം ഇന്നലെ വൈകുന്നേരം 10 മണിയായപ്പോൾ ഈ സാധനം പിന്നെ ഇറങ്ങി. 2 മണി വരെ ഞങ്ങൾ ഓടിച്ചിട്ടും ഇവൻ പോകുന്നില്ല. ലാസ്റ്റ് അക്കരക്കോട്ടിലുള്ള ആളുകളെയും കൂടെ വിളിച്ചു വരുത്തി അവരും കൂടെ കൂടിയിട്ടാണ് ഈ സാധനത്തിന് ഒഴിവാക്കിയത്. ഞങ്ങൾ ആനയെ ഓടിക്കുന്നതിനിടയിലാണോ ഇവര് ഇത് കിണറ്റിലേക്ക്? അല്ലല്ല, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ഓടിച്ച് അവിടുന്ന് ഫോറസ്റ്റിന്റെ അതിൽ കയറ്റി. അത് കഴിഞ്ഞ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം ഇവിടെ വീഴുന്നതായിട്ട് ഇവർ ഒച്ച കേട്ട് ഞങ്ങളോട് വിളിച്ചു പറയുന്നത്. ഓടിക്കുന്ന സമയത്തൊന്നും ഇതിനകത്ത് ഇങ്ങോട്ടല്ല വന്നത് ആ സൈഡിൽ ഓടിയിട്ട് ഫോറസ്റ്റിലേക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അവൻ സ്ഥിരം പോകുന്ന മിനിങ്ങാന്ന് പോയത് ഈ റൂട്ടിനാണ്. ആ റൂട്ടിന് വന്നപ്പോഴാണ്
യാദൃശ്ചികമായിട്ട് ഇതിനകത്ത് വീഴുന്നത്. ഈ സാധനത്തിന് ഞങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഇവിടെയുള്ളത് മുഴുവൻ കർഷക കുടുംബങ്ങളാണ്, കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ കൃഷിയാണ് പ്രധാന വരുമാന മാർഗമുള്ള കൃഷിയാണ്. ഏക്കർ കണക്കിന് കൃഷി സ്ഥലമുള്ള ഒരു ഏരിയയാണിത്. ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമാണ്. ഫോറസ്റ്റിന് ഫെൻസിങ്, അതിർത്തിയിൽ ഫെൻസിങ് ഇടണമെന്ന് ഒരുപാട് കാലമായിട്ടുള്ള ജനങ്ങളുടെ കർഷകരുടെ ആവശ്യമാണ്. പക്ഷേ ഇതുവരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അനുകൂലമായ നിലപാടുകളും വന്നിട്ടില്ല. ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ ഒരു തരത്തിലുള്ള വർക്കുകൾ ഇവിടെ ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കൃഷിസ്ഥലം ഒരുപാട് നശിച്ചു. വീടുമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു 15 മീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ. രാത്രിയിൽ അവർ ഇറങ്ങി നോക്കിയപ്പോൾ, തൊട്ട അയൽവാസി വിളിച്ചു പറഞ്ഞ പ്രകാരം അവർ ഇറങ്ങി നോക്കിയപ്പോൾ അവരുടെ നേരെ ആന പാഞ്ഞു വരുന്ന സമയത്ത് അവർ വീട്ടിലേക്ക് കയറിയായിരുന്നു. പെട്ടെന്നാണ് അവിടെ കിണറിലേക്ക് വീണത്. മലപ്പുറം മൂർഗാട്ടേരിയിലാണ് ഇങ്ങനെ കിണറ്റിൽ കാട്ടാന വീണത്. അതിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആനയെ പ്രദേശത്ത് തുറന്നുവിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിവരങ്ങളാണ് ദൃശ്യ പൊതിയെടുത്ത് പങ്കുവച്ചത്.